ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കുന്നത് അജ്മി പുട്ടാണ് കേട്ടോ. അജ്മി പുട്ടുപൊടി കൊണ്ട് നമ്മൾ നല്ല സോഫ്റ്റ് പുട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പുട്ടൊക്കെ ഇവിടെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു കടല കറിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഗ്രീൻ പീസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ മദ്രസക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചായ അല്ല, ഇതുപോലെ പുട്ടും കടലക്കറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളും കുടിച്ചിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായി എന്നെ കണ്ടോക്കി. കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ സൂപ്പർ കടലക്കറി ഇതൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ കേട്ടോ ഞാനും പിന്നെ ചായ കുടിക്കാം. എന്നാൽ പിന്നെ സമാധാനത്തിൽ നമുക്ക് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കുത്തിർക്കാം. ഇനി ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പപ്പായാണ് കേട്ടോ. ഇത് കുറച്ച് വലിയ സൈസായതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കറി മതി. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ നമ്മളൊരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിറ്റേ ദിവസം എടുക്കാമല്ലോ. പിന്നെ ഇതിലേക്ക് ഞാൻ വെറും പച്ചമുളക് ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കടുക് ഇട്ടിട്ടൊന്ന് വറവ് ഇടുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരു കൂട്ടാൻ കറി ആക്കിയൊന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള കറി ഇവിടെ ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മീനൊന്ന് ക്ലീൻ ചെയ്ത് കട്ടാക്കി എടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ടൊരു കറിയല്ല, ഒരു വരട്ടിയത് വെക്കാം. മീൻ വരട്ടിയതാണ് കേട്ടോ. കിളിമീനാണ് നമ്മൾ ഈ മീനിന് പറയാം. കിളിമീനൊന്ന് വരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് കുറച്ച് മാത്രം കേട്ടോ. കറി നമുക്ക് വേണ്ടല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകൊക്കെ ഇട്ട് കുറച്ച് ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ നമ്മൾ ഇതിൽ ചേർത്തിട്ട് കേട്ടോ. കൊടയല്ലേ. പിന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടികളും ഇട്ട് കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അതുതന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് വെള്ളമൊന്നും ഇല്ലാതെ. നല്ല ടേസ്റ്റല്ലേ. എന്നാൽ വെളിച്ചെണ്ണക്ക് നല്ല ആദായം ഉണ്ടാവും ഇതുപോലെ കറിയാക്കി വെക്കുകയാണെങ്കിൽ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ വറവിടാൻ മാത്രം മതി. അല്ലാത്ത ഇതൊക്കെ കറി പേരിയൊക്കെ ആക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ കറിയാണ് കേട്ടോ. കറിയല്ല, ഒരു വിരട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ചോറൊക്കെ തിന്നുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഉച്ചക്കൊക്കെയുള്ള ഫുഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. മീനൊക്കെ നന്നായി തിളച്ച് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമ്മൾ വൈകുന്നേരമായപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ ഈ ഒരു പൂരമുട്ടായി ഇട്ടിട്ടുണ്ടായി കേട്ടോ. പൂരമുട്ടായി എന്നാട്ടോ നമ്മൾ പറയാം.
ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളി. അപ്പോൾ ഇന്നേ ദിവസത്തെ ഫുഡ് റെസിപ്പീസൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഐറ്റംസൊക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്.